നമസ്കാരം. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ഇലക്ഷൻ ബസ്സിൽ നിന്നാണ്. കേരളത്തിലെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ ഓരോന്നും ഒപ്പിയെടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ എറണാകുളം ജില്ല പിന്നിടുകയാണ്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്. മുഖ്യമന്ത്രി ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂസിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ്വിൽ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പദപ്രയോഗത്തിലൂടെ നഷ്ടപ്പെടുത്തിയോ? ആ ഒരു ചോദ്യം നിൽക്കുന്നു. ഡീൽ എന്ന ആരോപണം ആവർത്തിച്ച് ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അതിന് വളരെ ശക്തമായ നിലയിൽ മറുപടി പറയുന്നു. ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത് UDF ആണ് എന്ന ആക്ഷേപം LDF ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ ദിനമായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും അടക്കം പത്രികകളിൽ ഒബ്ജക്ഷൻ വന്നുവെങ്കിലും അതെല്ലാം സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ കേരളം ഫുൾ ഫ്ലഡ്ജഡായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ജനം വിധിയെഴുതാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ കേരളം എന്ത് ചിന്തിക്കുന്നു? എന്നോടൊപ്പം ശ്രീ VR അനൂപ് UDF പ്രതിനിധീകരിച്ച്, ശ്രീ PK ഗോപൻ LDF പ്രതിനിധീകരിച്ച്, ശ്രീ PP ശ്രീപത്മനാഭൻ BJP-യെ NDA പ്രതിനിധീകരിച്ച്. ആദ്യം ശ്രീ PK ഗോപൻ ഒരു വലിയ പബ്ലിക് റിലേഷൻ എക്സസൈസ് നടത്തിയിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDF-ഉം ആ നിലയ്ക്ക് നല്ല നിലയിൽ ഒരു വളരെ പ്രസൻറ്റബിളായിട്ടുള്ള ഒരു ഫേസ് മുഖ്യമന്ത്രിയെ പ്രസൻറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇനി കടക്ക് പുറത്ത് എന്നല്ല, കയറി വാടാ മക്കളെ എന്നാണ് പറയുക എന്നടക്കം പറഞ്ഞത് കേട്ട് കേരളം ചിരിച്ചതാണ്. അങ്ങനെ ഒരു ഗുഡ്വിൽ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ സ്വന്തം പ്രവർത്തകനോട് വീട്ടിൽ പോയി ചോദ്യം ചോദിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഇലക്ഷൻ രംഗത്ത് ചെറിയ ചെറിയ ചലനങ്ങൾ പോലും മാറ്റമുണ്ടാക്കും എന്നിരിക്കെ കെട്ടിപ്പൊക്കിയ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ചില ചെറിയ റിയാക്ഷൻസ് മതി എന്ന ഒരു ഓർമ്മപ്പെടുത്തലോ പരിശോധനയോ നടത്തേണ്ടി വരുമോ? അഭിലാഷേ, അതിന് ഇരയായ അല്ലെങ്കിൽ ആ വിഷയത്തിൽ പങ്കാളിയായ സുഹൃത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വികാരം എന്തായിരുന്നുവെന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് നിരവധി ചാനലുകളും മീഡിയയും അദ്ദേഹത്തെ അലട്ടി ആ പ്രശ്നത്തെ പർവ്വതീകരിക്കാൻ പരിശ്രമിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ അയാൾ അദ്ദേഹം തന്നെ അക്കാര്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് വിശദീകരിച്ചു. വീണ്ടും നമ്മൾ അത്തരം ഒരു പരാമർശത്തെ പർവ്വതീകരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അജണ്ടയാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് കഷ്ടമാണ്. കാരണം മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ല, അതിനെ നമ്മളെല്ലാവരും അജണ്ടയാക്കുന്നില്ല ശ്രീ ഗോപൻ. പക്ഷേ ഇതുപോലെയുള്ള പരാമർശങ്ങൾ നേരത്തെ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ G സുധാകരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം, ഇതൊക്കെ ഇലക്ഷനിൽ ചർച്ചയാവും. ആരും അജണ്ടയാക്കുന്നത് കൊണ്ടല്ല, ജനങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കല്ലേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ശ്രീ അഭിലാഷ് ഒരു പ്രഭാഷകൻ കൂടിയാണ്, മാധ്യമപ്രവർത്തകൻ മാത്രമല്ല. നിരവധി വിഷയത്തെ സംബന്ധിച്ച് പല വേദികളിൽ സംസാരിക്കുന്നവരാണ്. ഞങ്ങൾ ഈ 3 പാനലിസ്റ്റുകളും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ, അവരവരുടേതായ വേദികളിൽ സംസാരിക്കുന്നവരാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സെമിനാറാണോ, ഒരു സിമ്പോസിയമാണോ, ഒരു സംവാദ സദസ്സാണോ, ഇതിനെല്ലാം പ്രത്യേകതകളുണ്ട്. ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേദിയിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം സാധാരണഗതിയിൽ പാടില്ലാത്തതാണ്. അത് അദ്ദേഹം ഉൾക്കൊണ്ടു, ചോദിച്ച ആൾ ഉൾക്കൊണ്ടു. അന്നേരത്തെ ആവേശത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞതിനെ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയെപ്പോലൊരാൾ വളരെ സീനിയർ മോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുക്കണം, അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. അദ്ദേഹം അത് വിശദീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ചോദ്യം പാടില്ല. ചോദ്യം സപ്പോർട്ടീവാണ്, അല്ലാതെ എതിർത്തുകൊണ്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് പെശകായി പോയി എന്ന് ചോദ്യം ചോദിച്ചാൽ തന്നെ പറയുകയാണ്. ഞാൻ അത്തരം ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇന്ന കാര്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തുരന്ന് വ്രണമാക്കി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല. മുഖ്യമന്ത്രി അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാവർക്കും അത് ബാധകമാണ്. അത്തരം ഒരു ചോദ്യത്തിന് അവിടെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് ചോദിച്ച ആൾ തന്നെ പറയുകയാണ്. അതാണ് ഉണ്ടായ കാര്യം. അത് ഇലക്ഷനെ ബാധിക്കുന്ന ഒരു വിഷയമായി വരേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ രീതി എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് ഉള്ളു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ശ്രീ കെ സുധാകരനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ, വേണമെങ്കിൽ രാഷ്ട്രീയമായി എടുത്തുപയോഗിക്കാൻ കഴിയാവുന്ന ശ്രീ കെ സുധാകരനെതിരായിട്ട് അത്തരം ഒരു സമീപനം എടുത്തത് കേരളം ആകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു വ്യക്തിപരമായ പൊസിഷൻ ലഭിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി അലട്ടിയത്. കോൺഗ്രസ് എടുത്ത ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് മാത്രമായിട്ട് മത്സരിക്കണം.
അപ്പോൾ പേഴ്സണലായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് ആ ആഗ്രഹത്തെ അറിയേണ്ടതുണ്ട്. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് ചുരുക്കുന്നുമില്ല ചർച്ച. തീർച്ചയായിട്ടും അതാണ് മുഖ്യമന്ത്രിയുടെ പൊസിഷൻ എന്ന് അങ്ങ് വിശദീകരിക്കുന്നു. ഓക്കെ, ഫൈൻ. ശ്രീ വി ആർ അനൂപ്, നോക്കൂ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 10 കൊല്ലമായി ഭരിച്ച സർക്കാർ വീണ്ടും ജനവിധി തേടുകയാണ്. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മുൻ സഹപ്രവർത്തകനെ കുറിച്ച് പറഞ്ഞത്, പാർട്ടി അനുഭാവിയോട് പറഞ്ഞത്, പിന്നെ മണ്ഡലങ്ങളിൽ ഡീലുണ്ട് എന്ന ആരോപണം, ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറത്ത് 10 കൊല്ലം ഭരിച്ച സർക്കാർ ജനങ്ങൾക്കൊന്നും ചെയ്തു കൊടുത്തില്ല എന്ന നിലയിലുള്ളൊരു ക്യാമ്പയിനെ നിങ്ങൾക്കില്ലേ? ഈ വിവാദങ്ങളിലേക്ക് നറേറ്റീവ് അങ്ങനെ ഡീൽ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം ഓക്കെ ആയിരുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണോ സർക്കാരിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ വികസന വിഷയങ്ങൾ, ജനങ്ങളുടെ ക്ഷേമം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഫോക്കസ് മാറുന്നത് അല്ലെങ്കിൽ മനഃപൂർവ്വം മാറ്റുന്നത്? അഭിലാഷേ, അങ്ങനെയല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് സർക്കാരിനെ കുറിച്ച് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടല്ലെന്നേ. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു പോകണ്ടേ? അങ്ങ് തന്നെ പറഞ്ഞത് എന്താ? 2 ദിവസമായി പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് വലിയൊരു PR എക്സസൈസ് നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകന്മാർ പാടി നടക്കുന്നത് എന്താ? അദ്ദേഹം 10 അഭിമുഖങ്ങൾ കൊടുക്കുന്നു, എല്ലാത്തിനും അഭിമുഖങ്ങൾ കൊടുക്കുന്നു. 2 ദിവസം തുടർച്ചയായി അനാരോഗ്യം വകവയ്ക്കാതെ, പ്രായം വകവയ്ക്കാതെ അദ്ദേഹം അഭിമുഖത്തിന് തയ്യാറായി എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമായി അവതരിപ്പിക്കുകയാണെന്നേ. അത് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഇപ്പം മനസ്സിലാകുന്നത് എന്താ? ഈ PR എക്സസൈസിന്, മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ല എന്ന് ചോദിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നിലപാട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പുറത്തു വരികയാണെന്നേ. അദ്ദേഹം എന്താണ് പറയുന്നത്? ഒരു കാര്യം ഞാനിവിടെ അദ്ദേഹം ബഹുമാന്യനായ ഗോവൻ സാർ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം എന്താ? വീട്ടിൽ പോയി പറയും, കടക്കു പുറത്ത്. അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ അധികാര പ്രമത്തതയാണെന്നേ പ്രശ്നം. ഇപ്പോൾ ഇദ്ദേഹം ബഹുമാന്യനായ CPM പ്രതിനിധിനെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ശബ്ദധാരാവലിയൊക്കെ ഉദ്ധരിച്ച് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് എനിക്ക് തോന്നുന്നു ഭാഷാശാസ്ത്രത്തിലാണെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ ചെറ്റ എന്ന പദപ്രയോഗത്തിനകത്ത് ഒരു പ്രശ്നവും ഉള്ളതായി അദ്ദേഹത്തിന് തോന്നുന്നില്ല. പിണറായി വിജയൻ ആരെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമല്ല. പിണറായി വിജയൻ എന്ത് പദവും എന്ത് അധിക്ഷേപവും ആർക്കെതിരെയും പ്രയോഗിക്കാമെന്ന അടിമത്ത മാനസികാവസ്ഥയിലേക്ക് ബഹുമാന്യനായ ഗോപൻ അടക്കം CPM-ന്റെ അണികളെത്തുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ അധികാരപ്രമത്തോടുകൂടി ഇത്തരം പദങ്ങൾ ആർക്കെതിരെ ഉപയോഗിക്കുന്നു? അത് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഖാവായിട്ടുള്ള ആളുകളായിരിക്കാം, രാഷ്ട്രീയ എതിരാളികളായിരിക്കാം. ഈ അദ്ദേഹത്തിൻ്റെ ഈ ശൈലിയാണ് ആളുകളോടുള്ള പെരുമാറ്റം ഒരു പ്രശ്നമല്ലേ? നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഉള്ള പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ മേലെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നത് ഒരു പ്രശ്നമായി അങ്ങേക്ക് അഭിലാഷം തോന്നുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പറയാൻ വേറൊന്നും ഇല്ല എന്നല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇതും ഞങ്ങൾ പറയും. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ ഈ ശൈലി കൂടി ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന, ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. പിണറായി വിജയൻ കേരളീയ പൊതുസമൂഹത്തിൽ സംഭാവന ചെയ്ത ഒരുപാട് പദങ്ങളുണ്ട്. അദ്ദേഹത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ മൗലികമായ എന്തോ മാറ്റം സംഭവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പറയുന്നത്. അദ്ദേഹം മാറിയിട്ടില്ല, അദ്ദേഹത്തിന് മാറാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അതേപടി തുടരുകയാണ്. ഇത് അധികാരത്തിൻ്റെ അഹന്തയുടെ സ്വഭാവമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നതിന് എന്താ പ്രശ്നം? അത് ചർച്ച ചെയ്യേണ്ടതല്ലേ? ശരി, അത് ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് കോൺഗ്രസിന്റെ UDF-ന്റെ ബോധ്യം. ശ്രീ VP ശ്രീപത്മനാഭൻ, ഈ ദ്വന്ദ്വത്തിൽ നിന്ന് നിങ്ങൾ ഔട്ടാണ്. ഇത് LDF വേഴ്സസ് UDF, വാക്ക് പ്രവൃത്തി പോര്, അതിൻ്റെ കൂട്ടത്തിൽ ഡീല് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും BJP കൂടെ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിൽ ശരിക്കും ഒരു ബൈപോളാർ കോൺടെസ്റ്റ് ആണോ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെയാണോ അഭിലാഷേ? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണോ നടന്നത്? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു മേയർ, CPM-ന് ഒരു മേയർ. അങ്ങനെയാണോ കഴിഞ്ഞ ഞങ്ങൾക്കൊരു MP, CPM-ന് ഒരു MP? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു മേയർ, CPM-ന് ഒരു മേയർ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അനാവശ്യം വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ പത്രക്കാരതിൻ്റെ പിന്നാലെ പോണ്ട, മൈൻഡ് ചെയ്യണ്ട. എനിക്കതാ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ ഭാഗത്തുനിന്നുണ്ടായാൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞാനിപ്പം മഞ്ചേശ്വരത്താണ്. ഈ മഞ്ചേശ്വരത്ത് കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു വികസനമേ ഉള്ളൂ.
അത് നാഷണൽ ഹൈവേ 66 അതായത് തലപ്പാടിയിൽ നിന്നും ഇന്ന് കാസർഗോഡ് ടൗണിലേക്ക് എത്താൻ അരമണിക്കൂർ തികച്ച് വേണ്ട, 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും. എന്നാൽ ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇല്ല. ഇവിടെ ഒരു പ്രൊഫഷണൽ കോളേജ് ഇല്ല. ഇവിടെ നല്ല സ്കൂളുകളില്ല. രാവിലെ ആയാൽ ഇവിടുത്തെ കുട്ടികൾ ബസ് കയറിയാണ് മംഗലാപുരത്തേക്ക് സ്കൂളിൽ പഠിക്കാൻ. ഒരു നല്ല ഷർട്ട് വാങ്ങാൻ മംഗലാപുരത്ത് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്ന വിഷയങ്ങൾ. ഞങ്ങളുടെ കുറ്റപത്രമുണ്ട്, അതിൽ ഞങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ഈ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. UDFിൻ്റെ പ്രശ്നം എന്താ അറിയോ? UDFിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ LDFിനെ കുറ്റം പറഞ്ഞിട്ട് UDFിന് എന്ത് പകരം വയ്ക്കാനുണ്ട്? 12 വർഷം മുന്നേ ഇറങ്ങിപ്പോയതാണ് ഡൽഹിയിൽ നിന്ന് മൂക്കറ്റ അഴിമതിയിൽ മുങ്ങിയിട്ട്. 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തി മൂക്കറ്റം അഴിമതിയിൽ മുങ്ങി ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷം നടന്ന 80% തെരഞ്ഞെടുപ്പിൽ തോറ്റതാണ്. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ അവസാനമായി കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പ് ഏതാണെന്നറിയോ അഭിലാഷേ? അവസാനമായി കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പ് 2023 നവംബർ മാസത്തിൽ തെലുങ്കാനയിൽ നടന്നത്. 2023 നവംബർ മാസത്തിൽ തെലുങ്കാനയിൽ നടന്നതിന് ശേഷം 2.25 വർഷമായി കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ട്. 2.25 വർഷമായി. ഹരിയാന തോറ്റു, മഹാരാഷ്ട്ര തോറ്റു, ഡൽഹിയിൽ 0, ബീഹാറിൽ 6. കോൺഗ്രസ് മുങ്ങിപ്പോയി. അപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ആ കോൺഗ്രസ്സിന് അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ ചെറിയ മുന്നേറ്റം നടത്തിയത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടാണ്. ഇപ്പോൾ അവർ എക്സ്പോസ്ഡ് ആയിപ്പോയി. അവരെന്തൊക്കെയാ കാട്ടുന്നത്? തിരുവനന്തപുരത്തെ അരുവിക്കര അസംബ്ലി മണ്ഡലത്തിലെ പഞ്ചായത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി താങ്കൾ ഇരിക്കുന്ന മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയ ആർക്കാ നേട്ടം? കെ സുരേന്ദ്രനല്ലേ നേട്ടം. കാരണം അവിടെ ഒരു വോട്ട് പിളർപ്പുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ആരാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അഭിലാഷേ, 26-ാം തീയതി 3 മണിക്കാണ് പിൻവലിക്കാനുള്ള ലാസ്റ്റ് സമയം. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ആ കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സുരേന്ദ്രൻ D. നായർ പേര് മാറ്റി. അവിടെ അയാളുടെ പേര് വേറെ എന്തോ ആയിരുന്നു, സുരേന്ദ്രൻ വീട്ടുപേരായിരുന്നു. ഇപ്പോൾ സുരേന്ദ്രൻ D. നായരായിട്ട് ഇവിടെ അപരനായി കൊടുത്തിരിക്കുക. തിരുവനന്തപുരത്ത് നാളെ കൊണ്ടുവന്ന് മഞ്ചേശ്വരത്ത് അപരനെ നിർത്തിയിരിക്കുക കോൺഗ്രസ്സുകാർ. പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ അരുവിക്കര മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ഇതാണ് പ്രശ്നം. ഇടതുപക്ഷത്തെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ത്രിപുര മോഡലാണ്. 25 വർഷം ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. കോൺഗ്രസ്സിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്തി. 34 കൊല്ലം ബംഗാൾ ഭരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസ്സുകാരെ കൊണ്ടാവൂല എന്ന് കണ്ടപ്പോൾ മമതാ ബാനർജി പുതിയ പാർട്ടി ഉണ്ടാക്കി. കാരണം ഈ ദേശീയ കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി. 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു. ശരി. അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട പഴയ കോൺഗ്രസിൻ്റെ അസ്ഥികൂടമായൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ ബഹളം വയ്ക്കും. നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകണ്ട, മൈൻഡ് ചെയ്യണ്ട അവരുണ്ടാക്കുന്ന ബഹളം. ശരി, നമുക്ക് എന്തായാലും കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ ആരാണ് ഭരണ മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ചോദ്യമുണ്ട്. ഞാനത് ആ ചോദ്യത്തിലേക്ക് വരാം. ശ്രീ ഗോപൻ, തെരഞ്ഞെടുപ്പ് ഇനി വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെൻട്രൽ നറേറ്റീവ് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരവില്ല. പക്ഷേ മാറ്റം വേണോ വേണ്ടയോ അതൊരു മൗലികമായ ചോദ്യമാണ്. അപ്പോൾ മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടാണോ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വോട്ടാണോ, അതാണ് നമ്മൾ മുഖ്യമായി നോക്കുന്നത്. മറ്റ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പറയും? കാരണം കേരളം എന്ന് പറയുന്നത് ആൻറ്റി ഇൻകംബൻസി എല്ലാ കാലത്തും ഉള്ള ഒരു സ്റ്റേറ്റാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അതിനൊരു അപവാദം. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ച്, നിങ്ങൾ പരാജയപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും. മാറ്റം എന്ന ഫീലിങ്ങിനെ മാറ്റാൻ എന്തുണ്ട് കയ്യിൽ? ശരി അഭിലാഷ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങളിലുള്ള പ്രതികരണം വേണ്ടതുണ്ട്. ഒന്ന്, ഈ മാധ്യമങ്ങളുടെ PR എക്സർസൈസ് എന്നാണ് ബഹുമാന്യ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചത്. മാധ്യമങ്ങൾ എല്ലാവരും പൊതുവെ ഒരു 80-70% മാധ്യമങ്ങൾ LDF വിരുദ്ധമാണ് കേരളത്തിൽ എന്നുള്ളത്
പച്ചയായ യാഥാർത്ഥ്യമാണ്. അത്തരം ഒരു മാധ്യമത്തെ എങ്ങനെയാണ് സഖാവ് പിണറായി വിജയൻ കയ്യിലെടുത്തത്, അല്ലെങ്കിൽ PR വർക്ക് ഉപയോഗിച്ച് അവരുടെ ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചത്? മുഖ്യമന്ത്രി നിങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തത്? എനിക്ക് ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണോ? അതോ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ സവിശേഷത മനസ്സിലാക്കി കേരളത്തിലെ കേരള മുഖ്യമന്ത്രി ഒരുപക്ഷെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്ന പരസ്യവും സോഷ്യൽ മീഡിയയിൽ വന്ന പരസ്യവും ഒക്കെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷത്തെ നേതാക്കളുടെ ഒക്കെ ഇന്റർവ്യൂ എടുക്കുന്നത് സാധാരണയല്ലേ? മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ നേതാക്കളുടെ ഇന്റർവ്യൂ എല്ലാ മാധ്യമങ്ങളും എടുക്കാറുണ്ടല്ലോ. അത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല എടുത്തത്, മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, നിങ്ങളുടെ പത്രത്തിൽ തുടർച്ചയായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ ഇന്റർവ്യൂ വരുന്നുണ്ട്. മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ഇൻ്റർവ്യൂ വരുന്നുണ്ട്. മാത്രമല്ല, അതിലൊരു ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിയത് CPIM-ൻ്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സ്ഥാനാർത്ഥിയായി അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധാരണ പ്രധാനമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്ക് പോലും കൊടുക്കാത്തത്ര വലിയൊരു ചിത്രം, മനോഹരമായൊരു ചിത്രം മാതൃഭൂമി പത്രത്തിൻ്റെ സെൻട്രൽ പേജിൽ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശാലമായി, ഒരുപക്ഷെ ഒരു മുൻ മുഖ്യമന്ത്രിയോ മുൻ പ്രതിപക്ഷ നേതാവോ ഒക്കെ രാഷ്ട്രീയം വിട്ടാലുണ്ടാവുന്ന അത്ര വലിപ്പത്തിൽ കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ കേരളത്തിൽ മാധ്യമങ്ങൾ അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഒരു PR എക്സർസൈസിൻ്റെ ഭാഗമായി എന്ന് പറയുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. രണ്ടാമത് ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സെക്കുറിച്ചൊന്നും നമുക്ക് സമയം എടുത്ത് ചർച്ച ചെയ്യാനില്ല. പക്ഷേ ശ്രീ K. സുധാകരൻ മുഖ്യമന്ത്രിയെ വിളിച്ച വാക്കാണ് ചെറ്റ. നിങ്ങൾ എത്ര ചർച്ച ചെയ്തുകൂടി കേരളത്തിൽ? ചെറ്റ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചത്. ചെറ്റത്തരം എന്ന പ്രയോഗമല്ല, ഒരു പ്രയോഗം ഒരു വാക്കിൽ നിന്ന് ഉത്ഭവിച്ചു വരുമ്പോൾ ആ വാക്കിനെ തള്ളി മാറ്റിക്കൊണ്ട് ആ പ്രയോഗമായിട്ട് അത് നിലനിൽക്കും. ഞാൻ അതിൻ്റെ ശാസ്ത്രീയ വശത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മുടെ വിഷയം അതിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങ് അവസാനം പറഞ്ഞതിലേക്ക് വരാൻ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മനോഹരമായ ഭാഷ ആണോ? അതിൽ ചമൽക്കാര ഭംഗിയുള്ള ഭാഷയാണ്. അത് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഒഴികെ കേരളത്തിൽ മലയാള ഭാഷ നന്നായി മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു തൊഴിലാളി വർഗ പാർട്ടി, അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിക്ക് ചെറ്റക്കുടിലോ അതല്ലെങ്കിൽ ആ ജീവിതാവസ്ഥ ഒരു അപമാനകരമായ കാര്യമാണ്. അത് ഉപയോഗിക്കാവുന്ന ഒരു ആക്ഷേപ വാക്കാണെന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ശീർഷാസന കാഴ്ചയാണ്. മുഖ്യമന്ത്രി അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ചെറ്റ എന്ന പ്രയോഗം K. സുധാകരൻ ഉയർത്തിയപ്പോൾ ഈ ചർച്ച നടത്തി ഒരു മുഖ്യമന്ത്രിയാണ് വിളിച്ചത് ചെറ്റ എന്ന വാക്ക് തെറ്റാണെന്ന് അങ്ങ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ആ ബോധം ഉണ്ടെങ്കിൽ K. സുധാകരൻ അത്തരം ഒരു ചർച്ച നടത്തിയപ്പോൾ കേരളം ഇളകി പറയേണ്ടതല്ലേ? കോൺഗ്രസ് അപലപിക്കേണ്ടതല്ലേ? അപലപിച്ചോ? ഇനി കേരളത്തിലെ വനിതയായ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ഈ K. സുധാകരൻ്റെ ശ്രേണിപ്പെടുന്ന രാഷ്ട്രീയക്കാരനല്ല, കേരളം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയക്കാരനാണ് KPCC പ്രസിഡന്റ്. K. സുധാകരൻ പിന്നെ എന്തും വിളിച്ചു പറയുന്ന ഒരാളായിട്ട് വേണമെങ്കിൽ നിങ്ങൾ പരിഗണിച്ചു. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയെ ആക്ഷേപിച്ചു, ഒരു കേരളത്തിലെ ഒരു വനിതയെ ആക്ഷേപിച്ചു, രാഷ്ട്രീയ നേതൃത്വത്തെ ആക്ഷേപിച്ചു. ഇനി ശ്രീ B. ഗോപാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളൊരു പ്രയോഗം കേരളത്തിന് നിരക്കുന്ന ഒരു പ്രയോഗമാണോ നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഹിന്ദു MLA ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത ചോദ്യം വരേണ്ടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിൽക്കുന്നിടം ഹിന്ദു MLA ആണോ? തളി ക്ഷേത്രം നിൽക്കുന്നത് ഹിന്ദു MLA ആണോ? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിൽക്കുന്നത് ഹിന്ദു MLA ആണോ? വടക്കുന്നാഥ ക്ഷേത്രം നിൽക്കുന്നത് ഹിന്ദു MLA ആണോ? പാളയം പള്ളി നിൽക്കുന്നിടത്ത് മുസ്ലിം MLA ഉണ്ടോ? കൊടുങ്ങല്ലൂർ പള്ളി നിൽക്കുന്നിടത്ത് മുസ്ലിം MLA ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളിലേക്ക് കേരളം കൊണ്ടുപോകണമെന്ന് അതിൻ്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു. BJPയുടെ പ്രസിഡന്റ് തന്നെ അത്തരം ചോദ്യം ഉന്നയിച്ചു, മക്കയും മദീനയും ബന്ധപ്പെടുത്തിക്കൊണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിൽക്കാത്ത ഒരു മതരാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇന്ത്യ മതരാഷ്ട്രമാണെന്നാണ് അവരുടെ ധാരണ. മതരാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതേതര രാഷ്ട്രത്തിൽ എന്തുകൊണ്ട് അതായിക്കൂടാന്നുള്ള ചോദ്യം ഉന്നയിച്ചു. കേരളത്തിൽ ഇളകി മറിഞ്ഞ് ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിനെ 100% നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതൊരു പ്രത്യേക വാക്കിൻ്റെ പ്രയോഗമല്ല, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവിഷ്കാരമാണ് അവിടെ നടത്താൻ നോക്കിയത്. അപ്പോൾ അത്തരം ചർച്ചകൾ ഇനി BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോവുകയാണ്. ബെഞ്ചില്ലാത്ത, ഡെസ്ക് ഇല്ലാത്ത, ഹൈടെക് ക്ലാസ് റൂം ഇല്ലാത്ത, ഫാൻ ഇല്ലാത്ത, പുസ്തകം കൃത്യമായിട്ട് കിട്ടാത്ത,
ദയനീയത കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് എവിടേക്കാണ് മംഗലാപുരത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നു കേരളത്തിലേക്ക് എന്തൊക്കെയാണ് അല്ല അത്തരം ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വരുന്നത് നല്ലതാ അപ്പോൾ മാത്രമേ അങ്ങ് അവസാനം എത്തിച്ച ഈ ഭരണവിരുദ്ധ വികാരം 5 വർഷം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പറഞ്ഞതെന്താ ഇവിടെ 5 വർഷം കഴിഞ്ഞാൽ പുതിയ സർക്കാർ വരും ആണല്ലോ അങ്ങനെ വിശദീകരിച്ച് ചർച്ച നടത്തിയപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ സാഹചര്യം എന്താ 10% സീറ്റ് നിലവിലുള്ള സർക്കാരിന് അധികം കിട്ടി ഇനി തുടർന്നുള്ള 5 വർഷക്കാലം അതിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയായിരുന്നോ ഭരണത്തിൽ നിന്ന് ഏത് ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ നിന്നാലും UDFൻ്റെയും BJPയുടെ അധികാരത്തിൽ നിന്നാലും വൻതോതിൽ അഴിമതി ആരോപണം കൊണ്ടുവരും ഈ 10 വർഷത്തിനിടയിൽ ഒരു മന്ത്രിക്കെതിരെ വ്യവസ്ഥാപിതമായ അഴിമതി ആരോപണം കൊണ്ടുവരാനോ ഏതെങ്കിലും കാര്യത്തിൽ കോടതി പോയിട്ട് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വികസനത്തിൻ്റെ തള്ളലിൽ ഇന്ത്യ രാജ്യത്ത് 23 കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയെന്ന് നിതി ആയോഗ്, വേറെ ആരുമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിതി ആയോഗ് കേരളത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പല കാര്യങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി വികസനം ചർച്ച ചെയ്തുകൂടെ? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ മാറ്റിവെക്കൂ, വികസന കാര്യത്തിൽ നമുക്കൊരു ചർച്ചയാകാം, കുറച്ചുകൂടി കടുത്ത വാക്ക് ഞാൻ ഉപയോഗിക്കാം, ഒരു പോർവിളി തന്നെയാകാം. 10 വർഷത്തെ LDFൻ്റെ ഭരണം, അതിന് മുമ്പത്തെ 5 വർഷം, ഇനി മറ്റ് സ്റ്റേറ്റുകളിലെ BJPയുടെ ഭരണം നമുക്ക് കമ്പയർ ചെയ്യാം. വരുന്ന 16-17 ദിവസക്കാലം കേരളം അത്തരം ഒരു ചർച്ചയിലേക്ക് വന്നാൽ ഞങ്ങൾ 140 സീറ്റ് കേരളത്തിൽ നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല, നിങ്ങൾ മാധ്യമങ്ങൾ വികസനത്തിന്റെ കൂടെ നിൽക്കുമെങ്കിൽ. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് കോൺഗ്രസിനെ പഠിപ്പിച്ചത് കനകോലു തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അവർക്ക് വേണ്ടി ഇവിടെ PR വർക്ക് ചെയ്യാൻ പൈസ കൊടുത്ത് വരുത്തിയിട്ടുള്ള കനകോലു തന്നെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ല. അതുകൊണ്ടാണ് അവർ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത്. അവർ ഭരണം ചർച്ച ചെയ്യാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത് അതിൻ്റെ പേരിലാണ്. ശരി ശരി ഓക്കെ, അതാണല്ലോ പോയിന്റ്. ശ്രീ VR അനൂപ്, അങ്ങനെ ഒരു വെല്ലുവിളി ഇവിടെ ഒരു വെല്ലുവിളി തന്നെ ഉയർന്നു. ഞങ്ങളുടെ 5 വർഷവും നിങ്ങളുടെ 5 വർഷവും, അതല്ലെങ്കിൽ ഞങ്ങളുടെ 10 വർഷവും അതിന് മുമ്പുള്ള 5 വർഷവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം, ഒരു സംവാദമാകാം. ആ സംവാദം ആയാൽ അത് ഗുണകരമാകുമോ? ഇപ്പോൾ തൃത്താലയിൽ നിന്ന് അവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ എൻ്റെ 5 വർഷവും അതിന് മുമ്പത്തെ 5 വർഷവും ചർച്ച ചെയ്യാമെന്ന് മന്ത്രി MP രാജേഷ് പറയുന്നു. ഈ തരത്തിലുള്ള സംവാദത്തിന്, വികസനം, ക്ഷേമം തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയുള്ള സംവാദത്തിന് UDF തയ്യാറാവുമോ? ഇപ്പം നമ്മുടെ ചർച്ചയിൽ ആ നിർദ്ദേശം ഉയർന്നല്ലോ, ഗോപൻ മുന്നോട്ട് വെച്ചല്ലോ, UDF തയ്യാറാവുമോ? തീർച്ചയായും നമുക്ക് ഓരോ വകുപ്പിനെ മുൻനിർത്തിയും അത്തരമൊരു ചർച്ചയിലേക്ക് പോകാമെന്നേ. അദ്ദേഹം പറയുന്നത് എന്താ, അനിതര സാധാരണമായ വികസനം കേരളത്തിൽ സാധാരണക്കാരെ സ്പർശിക്കുന്ന സമസ്ത മേഖലകളിൽ ഉണ്ടായി എന്നല്ലേ ഗോപൻ്റെ അവകാശവാദം. അദ്ദേഹം നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് തന്നെ തുടരാം. ഇത് ഒരു തവണയാണ് ഇവിടെ സംഭവിക്കുന്നത്. പാലക്കാട് സംഭവിക്കുന്നു, ആലപ്പുഴയിൽ സംഭവിക്കുന്നു, കോഴിക്കോട് സംഭവിക്കുന്നു. ഇതുപോലെ രോഗികളുടെ ശസ്ത്രക്രിയക്കകത്ത് രോഗി എന്ന് പറയുന്നത് കേവലം ഒരു ഉപകരണം കണക്കെ കൈകാര്യം ചെയ്യുകയും മനുഷ്യജീവന് ഇതുപോലെ വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്ത കാലം എന്ന് പറയുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായി കേരളത്തെ സംബന്ധിച്ച് കേട്ടുകേൾവിയില്ലാത്ത വിധം മനുഷ്യ ശരീരത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്തൊരു കാലഘട്ടം മുമ്പുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ വകുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന. എന്താ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവസ്ഥ? വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതി കേരളത്തിനകത്ത് നടപ്പിലാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നു. ചരിത്രത്തിൽ തന്നെ അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നിർമ്മിതി കേരളത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ, അതിൻ്റെ ഘടകകക്ഷിയായ CPIയുടെ കൂടി മുൻകൈയിൽ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് അത് മാറ്റുകയാണ്. ഈ അഭിമുഖത്തിൽ പോലും മുഖ്യമന്ത്രി പറയുന്നുണ്ട് PM ശ്രീ കൊണ്ടുവരാത്തതിൻ്റെ വലിയ അപകടങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന്. PM ശ്രീ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. ഇനി ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. ആഭ്യന്തര വകുപ്പിൽ CPMൻ്റെ നിലപാടെന്താ? CPM ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി എടുത്തൊരു നിലപാടുണ്ട്. മാവോയിസ്റ്റ് എൻകൗണ്ടർ എന്ന് പറയുന്നത് ചർച്ചകളിലൂടെ പരിഹരിക്കുന്ന ഒന്നാണ്. സായുധ ഇടപെടൽ പാടില്ല എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ല അടക്കം മാവോയിസ്റ്റ് ബാധിതമാക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയ ആളാ. അങ്ങനെ CPMൻ്റെ രാഷ്ട്രീയത്തെ കൈയൊഴിഞ്ഞ് കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും ഈ സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്ത സർക്കാരാണെന്നേ. സംഘപരിവാറിന് ഒരു MLA പോലും ഇല്ലാതെ എങ്ങനെ ഈ ഭരണം കൈകാര്യം ചെയ്യാമെന്ന് സൗത്ത് ഇന്ത്യയിൽ കാണിച്ചു കൊടുത്ത സർക്കാർ പിണറായി വിജയൻ്റെ ഓരോ വകുപ്പ് വെച്ച് ഞങ്ങളത് പറയാൻ തയ്യാറാണെന്നേ. ഇപ്പോൾ 3 വകുപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആരോഗ്യ വകുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ. സമയപരിമിതി മൂലം അത് നിർത്തുകയാണ്.
അല്ല, ഇവിടെ വളരെ കൃത്യമാണ്. അങ്ങ് അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഡീൽ ആര് തമ്മിലാണ് എന്നുള്ളത് കേരളം ഇന്ന് കാണില്ലേ? ഇന്ന് വി ഡി സതീശന്റെ പത്രിക തള്ളിക്കുമ്പോൾ ഇവിടെ BJPയും CPM ഒറ്റക്കെട്ടായി നിൽക്കുക. പക്ഷേ BJPയുടെ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഇവരെന്ത് പറഞ്ഞു? ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ എന്തെങ്കിലും, രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടോ? ഇവരുടെ എന്തെങ്കിലും സംഭാവന അതിലുണ്ടോ? ഇവർ രണ്ട് കൂട്ടരെ ആക്രമിക്കുന്ന ആരെ? ഞങ്ങളെയാണെന്നേ. കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി TP സെൻകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അഭിലാഷ് ശ്രദ്ധിച്ചു കാണില്ലേ? ചില ആളുകളെ മാർക്ക് ചെയ്ത് തോൽപ്പിക്കണം. കേരളത്തിൽ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കണം, പക്ഷെ പിണറായി വിജയനെ തോൽപ്പിക്കണമെന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ജിഹോയായി പ്രവർത്തിക്കുന്ന സെൻകുമാർ പറയുന്നില്ല. ഇത് വളരെ കൃത്യമാണ്. നിങ്ങൾ ഒരുമിച്ചാണെന്നേ. BJPയും CPM ഒരുമിച്ച് നിൽക്കുന്നു കേരളത്തിനകത്ത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം, കോൺഗ്രസ് വിമുക്ത കേരളം ഉണ്ടാകണം. ഇതാണ് ഇവരുടെ ടാർഗറ്റ്. BJPക്കും CPMനും ഇടയിൽ ചില ഇടനിലക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വീട്ടിൽ അച്ഛൻ CPMന് വേണ്ടിയും മകൻ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന വീട് ഏതാണെന്ന് അഭിലാഷിന് ഞങ്ങൾ പറയാതെ അറിയാമല്ലോ. വളരെ കൃത്യമായി കേരളത്തിൽ ആസൂത്രിതമായി ആദ്യത്തെ ഇടവേള എടുത്തതിന് ശേഷം നമുക്കത് ചർച്ച ചെയ്യാം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും. ഇവിടെ ഈ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ശ്രീ VP പത്മനാഭൻ, LDFന്റെ നേതാക്കൾ പലരും അതിന് മറുപടി പറഞ്ഞ് കണ്ടു. BJPയെ സംബന്ധിച്ച് BJP അങ്ങനെ കാര്യമായിട്ട് ഇതെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നേരത്തെ അനൂപ് ഉന്നയിച്ച ഒരു ഉദാഹരണം ഉണ്ടല്ലോ, നിയമത്തെ പത്രികയുമായി ബന്ധപ്പെട്ട് ശബരിനാഥൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആവശ്യമാണ്, LDFന്റെ ആവശ്യമല്ല. അവർ പിന്നീട് ശിവൻകുട്ടിയുടെ ആളുകൾ വന്നു എങ്കിൽ പോലും കേരളത്തിൽ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് തീർന്നു പോവും, കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഇവിടുത്തെ ഭരണം കിട്ടാനില്ല എന്നൊക്കെ. അപ്പോൾ എപ്പോഴാണോ BJPക്ക് കേരളത്തിൽ ഭരണം കിട്ടുക അത്രകാലം LDF ഭരിച്ചോട്ടെ, അതുവരെ LDF ഭരിച്ചോട്ടെ. ഇതാണോ BJPക്കാരൻ്റെ മനസ്സിലിരിപ്പ്? അഭിലാഷേ, മാതൃഭൂമി ചർച്ചയിൽ ഇന്നാളൊരു ദിവസം കൊടുങ്ങല്ലൂരിനെ പറ്റി ചർച്ച ചെയ്യുന്നത് കേട്ടു. എനിക്ക് ചിരി വന്നു. അഭിലാഷേ, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വോട്ടിംഗ്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടിംഗ് ഒന്ന് എടുത്തു നോക്കണം. 14 സീറ്റിൽ 14 സീറ്റിൽ UDFന് 100 വോട്ടില്ല. 100 വോട്ട് തികച്ചില്ല. അവിടെ അടിയിൽ ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ്. കൊടുങ്ങല്ലൂരിൽ മുനിസിപ്പാലിറ്റിയിൽ 14 സീറ്റിൽ 100 വോട്ടില്ല. അത് പോട്ടെ, വെറുതെ ഇതൊക്കെയാണ് ഈ എത്ര കാലമായി നേമത്ത് 3-ാം സ്ഥാനത്ത് കോൺഗ്രസ്സുകാർ. മുരളീധരൻ വന്ന് മത്സരിച്ചിട്ട് രക്ഷപ്പെട്ടോ? കൊടുങ്ങല്ലൂരിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ശശി പത്മനാഭൻ മുനിസിപ്പാലിറ്റി മാത്രമല്ലല്ലോ നിയോജക മണ്ഡലം. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് BJPക്ക് കായികമായി തന്നെ അല്ലെങ്കിൽ RSSന് കായികമായി തന്നെ ആളുകളെ നഷ്ടപ്പെടുന്ന സ്ഥലമല്ലേ? അവിടെ മതിലിൽ താമര എഴുതി വെച്ച ശേഷം, താമര വരച്ചതിന് ശേഷമല്ലേ അവിടുന്ന് പോകേണ്ടി വന്നത്? ഗോപാലകൃഷ്ണൻ കുറെ കാലമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഗുരുവായൂർക്ക് പോകേണ്ടി വന്നത് എന്താ? എന്നിട്ടൊരു ലെസർ നോൺ നേതാവിനെ 2020 ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. താമര പോയിട്ട് ചക്ക വരികയാണ്. ഡീലാണെന്ന് അനൂപ് പറഞ്ഞ അനൂപിനെ നമ്മൾ എങ്ങനെ കുറ്റം പറയും? അത് വോട്ട് എണ്ണുമ്പോൾ അനൂപിന് മനസ്സിലാവും. കോൺഗ്രസ്സുകാർക്ക് ഇപ്പം മെയ് മാസം 4-ാം തീയതി കോൺഗ്രസ്സുകാർക്ക് സൂര്യൻ ഉദിക്കും. അവിടെ നിൽക്കട്ടെ. ഇവിടെ CPMന്റെ പ്രതിനിധി വികസനം പറഞ്ഞു. എന്ത് വികസനം? ശബരിമലയിലെ 4.5 കിലോ സ്വർണം കട്ടതോ? അതാ വികസനം? 30-ാം വയസ്സിലെ MLA ആയ പത്മകുമാറല്ലേ ജയിലിൽ പോയത്? നിങ്ങളുടെ സ്ട്രോങ് കേഡറല്ലേ വാസു അല്ലേ ജയിലിൽ പോയത്? ശങ്കരദാസിന് ഇപ്പോഴും ജാമ്യമല്ലല്ലോ, വിജയകുമാറിന് ഇപ്പോഴും ജാമ്യമല്ലല്ലോ. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ. ഇനി ആഗോള അയ്യപ്പ സംഗമം, ഞാനിപ്പോൾ മഞ്ചേശ്വരത്താ. ശബരിമല സീസണായാൽ കർണാടകയിലെ ഷിമാഗോ ജില്ലയിൽ നിന്നും ഭദ്രാവതി ജില്ലയിൽ നിന്നും ഡാവങ്കരയിൽ നിന്നൊക്കെ 7-8 വയസ്സുള്ള എന്താ പറയുക ബാല അയ്യപ്പന്മാർ മാളികപ്പുറങ്ങൾ നടന്നു പോകും ശബരിമലയ്ക്ക്. കല്ലും മുള്ളും കാലുക്ക് മെത്തേന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ നടന്നു പോകും. അങ്ങനെ നടന്ന് കല്ലും മുള്ളും കാലുക്ക് മെത്തേ എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന അയ്യപ്പന്മാരെ ക്ഷേമം ഉറപ്പുവരുത്താൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പണ്ട് മറ്റേ വിയറ്റ്നാം കോളനിയിൽ കുതിരവട്ടം പപ്പുവട്ടം പറയുമ്പോൾ ടാസ്കി വിളി മാധവിയമ്മയെ ടാസ്കി വിളിന്ന് 12 ലക്ഷം ഉറുപ്പിക്കല്ലേ നിങ്ങൾ ടാക്സി വിളിച്ച് ചിലവാക്കിയത്? ആരാ ആ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി 2,39,840 രൂപ ചെലവാക്കി താജ് ഹോട്ടലിൽ, താജ് കുമരകത്ത് താമസിച്ചതാരാ? ഈ കല്ലും മുള്ളും കാലുക്ക് മെത്തേന്ന് കർണാടകയിലെ ഡാവങ്കര ജില്ലയിൽ നിന്ന് നടന്നു പോകുന്ന സ്വാമിമാരെ ക്ഷേമം ഉറപ്പുവരുത്താനാ നിങ്ങൾ താജ് കുമരകത്ത് ആളുകാരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്? കോൺഗ്രസ്സുകാർ ഇത് പറയാൻ താല്പര്യപ്പെടില്ല. കാരണം എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ പോറ്റി 2 പ്രാവശ്യം സോണിയാഗാന്ധിൻ്റെ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാൻ താല്പര്യമില്ല. അവർ ഡീലും മറ്റേതൊക്കെ പറഞ്ഞു നടക്കും, ഞങ്ങളിതൊക്കെ പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞു
വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നിന്ന് എത്ര ലക്ഷം കുട്ടികളാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത്? +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മനസ്സിലാക്കാം. +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. മധ്യ തിരുവിതാംകൂറിലെ കോളേജുകളിലെ സ്ട്രെങ്ത് ഇപ്പോൾ എത്ര കുറഞ്ഞു? പല കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. മലയാള ഭാഷ പഠിക്കാൻ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ ചേർന്നത് 2 ആളാണ്. BA മലയാളത്തിന് 2 ആള്. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ തൊഴിൽ തേടി മലയാളി എവിടെ പോകുന്നു? തൊഴിൽ തേടി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അവിടെ തൊഴിലവസരം സൃഷ്ടിച്ചോ? എത്ര പുതിയ ഫാക്ടറി വന്നു? എത്ര പുതിയ സംവിധാനങ്ങൾ കേരളത്തിൽ വന്നു? ഒന്ന് പറ. പിന്നെ ചികിത്സ, അയ്യോ നിങ്ങളുടെ നേതാക്കന്മാർ ചികിത്സിക്കുമോ കേരളത്തിൽ നിന്ന്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം എഴുതി വെക്ക്. ഇനി മേലാൽ 2026 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അസുഖം വന്നാൽ ഞങ്ങൾ അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിലേക്കോ പോകില്ല, കേരളത്തിൽ ചികിത്സിക്കുമെന്ന് പറ. നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ വിശ്വാസമില്ല. പിന്നെ നിങ്ങൾ പവർ കട്ട് പറയും. പവർ കട്ട് കൂടംകുളം പദ്ധതിക്കെതിരെ സമരം ചെയ്യാൻ പോയത് അച്യുതാനന്ദനല്ലേ? 266 മെഗാവാട്ടാണ് കൂടംകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്തത്. അത് തടസ്സപ്പെടുത്താൻ ഇവിടുന്ന് സമരം ചെയ്യാൻ പോയ അച്യുതാനന്ദൻ്റെ പാർട്ടിയല്ലേ നിങ്ങൾ? അപ്പം നിങ്ങൾ ഇത്ര വലിയ കാര്യങ്ങളൊന്നും പറയരുത്. നിങ്ങളുടെ ഭരണം അമ്പേ പരാജയമാണ് എല്ലാ മേഖലയിലും. നിങ്ങൾ PM ശ്രീ ഒപ്പിട്ടില്ലേ? നിങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടില്ല എന്ന് വീണ ജോർജ് വമ്പ് പറഞ്ഞില്ലേ? എന്തേ പേര് മാറ്റി? എന്തേ PM ശ്രീ ഒപ്പിട്ട്? കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമില്ലാത്ത എന്ത് വികസന കേരളത്തിൽ നടക്കുന്നത്? എന്ത് വികസന? റോഡാവട്ടെ, ആരോഗ്യ മേഖലയാവട്ടെ, എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് നടക്കുന്നതാ. 6 ലക്ഷം കോടി ഉറുപ്പ്യൻ്റെ കടബാധ്യതയുള്ള സംസ്ഥാനം എവിടെ നിന്നെടുത്ത് ചെലവാക്കാനാ? കഴിഞ്ഞ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര ശതമാനം നീക്കിവെച്ച് ബഡ്ജറ്റിൻ്റെ? ഇതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഡീലൊന്നായിട്ട് വരണ്ട, ചർച്ച ആരും വഴിതെറ്റിക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ശരി, ചർച്ച ആരും വഴിതെറ്റിക്കണ്ട എന്ന് BJP പറയുമ്പോൾ ചർച്ച ശരിയായ വഴിക്കാണോ ഡോക്ടർ PK ഗോപൻ? ഇവിടെ കേന്ദ്രം തരാത്ത എന്ത് കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. വികസനം എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് BJPക്കുള്ള മറുപടി? ശ്രീ അഭിലാഷേ, 10-15 പോയിന്റ്സ് ഉണ്ട്. 2 പേരുടെ വിമർശനത്തിന് മറുപടി പറയണം. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്ന്, ഇന്ന് VD സതീശൻ തൻ്റെ മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് ആവേശപൂർവ്വം പറഞ്ഞു. 10 വർഷത്തെ വികസനമാണ് കേട്ടോ. ഞാൻ VD സതീശനോട് സ്നേഹപൂർവ്വം പറയുന്നു, അതിനു മുമ്പത്തെ ഒരു 5 വർഷത്തെ വികസനവും ഈ 10 വർഷത്തെ വികസനവും താരതമ്യം ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം നടത്തണം. കിഫ്ബിക്കെതിരായിട്ട് ഏറ്റവും വലിയ സമരം നടത്തുമെന്ന് പറഞ്ഞാൽ, ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ, വയനാട് തുരങ്കം അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ, പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ VD സതീശൻ തൻ്റെ മണ്ഡലത്തിൽ ഏത് പണം ഉപയോഗിച്ചിട്ടാണ് ഈ വികസന പ്രവർത്തനം നടത്തിയതെന്നും സൂചിപ്പിക്കണം. ഇനി ശ്രീ അനൂപ് ഇവിടെ പറഞ്ഞത് ആരോഗ്യ മേഖലയിലെ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 10 വർഷം കൊണ്ട് 20,000 കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ നിക്ഷേപിച്ചത്. ഈ ആരോഗ്യ മേഖലയിൽ ഒരു വർഷം 12.5 കോടി OP ആണ്, ഔട്ട് പേഷ്യൻ്റ് വരുന്നുണ്ട്. 2,47,000 സർജറി നടക്കുന്നുണ്ട്. ഈ അവയവമാറ്റ ശസ്ത്രക്രിയ കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അതിന് സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക ക്യാൻസർ സെൻറ്റർ തുടങ്ങി. PH സെൻറ്ററിൽ ഫുൾ ടൈം ഡോക്ടേഴ്സായി. CH സെൻറ്റർ വളരെ മികച്ച രീതിയിലേക്ക് മാറി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജും മികച്ചതായി മാറി. ആ കൂട്ടത്തിൽ ചില അപഭ്രംശങ്ങളും അത് ചെയ്യുന്ന ഡോക്ടർമാർക്കോ സ്റ്റാഫിനോ ഉണ്ടാകാം. അതിൽപ്പെട്ടതാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കത്രിക. ആ കത്രിക കിടന്ന സ്ത്രീയെ കൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിപ്പിച്ചു അല്ലേ? നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മകളെ കൊലയ്ക്ക് കൊടുത്ത് മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നവനെ സംരക്ഷിച്ച ഒരമ്മയെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പിണറായിക്കെതിരെ മത്സരിപ്പിക്കാൻ ധർമ്മടത്ത് വന്നായിരുന്നു. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സ്ത്രീ ജയിലിലാണ് കിടക്കുന്നത്. നിങ്ങൾ ആരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരായിട്ട് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ ഓർക്കും നല്ലതാണ്. ഇനി അങ്ങ് പറഞ്ഞ് PMC ഒപ്പിട്ടെന്ന്. ഈ കർണാടകത്തിൽ PMC ഒപ്പിട്ടോ സർ? തെലങ്കാനയിൽ PMC ഒപ്പിട്ടോ സർ? ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ സർക്കാർ, നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ അതിന് മറുപടി പറയില്ല. ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ സർക്കാർ ആദ്യമായി PMC ഒപ്പിടുന്നത് അശോക് ഗെയിലായിട്ടെന്ന BJP കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് സർ. ഇവിടെ എന്താ PMC ഒപ്പിടാൻ വന്നത്? ഇവിടെ ശ്രീനിവാസ സാർ വളരെ ആവേശത്തോട് പറയുന്നത് കേട്ടു, കേന്ദ്ര സഹായമില്ലെങ്കിൽ ആർക്ക് വേണം സാർ നിങ്ങളുടെ സഹായം? ഇവിടുന്ന് പിരിച്ചുകൊണ്ട് വന്ന പണമാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സഹായമല്ല ചോദിക്കുന്നത്. കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ട് വന്ന പണം, ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന പണം കഴിഞ്ഞ 5 വർഷം കൊണ്ട്
4,93,000 കോടി ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോയി ഇത് കിട്ടാനുണ്ട് ഇങ്ങോട്ട്. അതിൽ 3 ലക്ഷമാണ് തന്നത്. നിങ്ങൾ സഹായം വേണ്ട സാർ, ഞങ്ങൾക്ക് നിങ്ങൾ വിഹിതം തന്നാൽ മതി, ഇവിടുത്തെ GSTയുടെ വിഹിതം തന്നാൽ മതി, ഇവിടുത്തെ ടാക്സിൻ്റെ വിഹിതം തന്നാൽ മതി. നിങ്ങൾ പറഞ്ഞത് PMC ഒപ്പിട്ടില്ലെങ്കിൽ SSKയുടെ ഫണ്ട് തരത്തില്ല. 1,700 കോടി കിട്ടാനുണ്ട്. ഇവിടുന്ന് പോകുന്ന പാർലമെന്റ് മെമ്പർമാർ നിങ്ങൾക്കെതിരെ ഇവിടെ സമരം ചെയ്യത്തില്ല, കേരളത്തിലെ പ്രശ്നമായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായമല്ല നമുക്ക് വേണ്ടുന്ന വിഹിതമാണ്. ഇനി പിന്നെ സംഘപരിവാറിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ശ്രീ അനൂപ് പറഞ്ഞത്. ശ്രീ അനൂപെ, സംഘപരിവാർ ഇന്ത്യ രാജ്യത്തെ മൈനോറിറ്റിയെ നശിപ്പിക്കാൻ കൊണ്ടുവന്നൊരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ ഭേദഗതി നിയമക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടല്ലോ, അവരാണോ ആദ്യം പ്രമേയം പാസ്സാക്കിയത് അതോ LDFന്റെ ഗവൺമെന്റ് ആണോ പ്രമേയം പാസ്സാക്കിയത്? പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കത്തില്ലെന്ന് ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരെന്തുവാ? പ്രമേയം പാസ്സാക്കിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 9 കേന്ദ്ര നിയമങ്ങൾക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കി ഇവിടെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് BJPക്കെതിരായിട്ട്. ഇനി കേരളത്തിലെ സർക്കാരിനെ താഴെ ഇറക്കാൻ വരുമ്പോൾ ആ തടി പോരാ എന്ന് അമിത്ഷായുടെ പുറത്തു നോക്കി പറഞ്ഞ ആളിൻ്റെ പേര് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാ. അപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ വികസനം ചർച്ച ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ വികസനത്തിലേക്ക് വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഡീലിനെ കുറിച്ച് പറയാനാണ് വന്നത്. നിങ്ങളിൽ നിന്ന് എന്നിട്ട് അങ്ങ് പറഞ്ഞു അച്ഛൻ പിന്നെ CPM ആകുമ്പോൾ മകൻ BJP ആവുന്നു. ആ പേര് പറയാൻ അങ്ങ് മടിക്കുന്ന എന്തിനാ? അച്ഛൻ കോൺഗ്രസ് ആകുമ്പോൾ മകൻ BJP ആവുന്നതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അനിൽ ആന്റണി എന്നാ, അച്ഛൻ്റെ പേര് AK ആന്റണി എന്നാ. ഇനി സഹോദരൻ കോൺഗ്രസ് ആകുമ്പോൾ സഹോദരി BJP ആവുന്ന പേര് അങ്ങേക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സഹോദരൻ്റെ പേര് K മുരളീധരൻ, സഹോദരിയുടെ പേര് പത്മജ. ഇനി സഹോദരൻ കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ വേറൊരു സഹോദരൻ BJP ആവുന്ന എന്താ പേരറിയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആളുടെ പേര് ഷാജി ജോസഫ് എന്നാ, സണ്ണി ജോസഫിൻ്റെ. ഇനി അമ്മായിയപ്പൻ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ മരുമകൻ BJP ആവുന്നതിൻ്റെ അല്ലെങ്കിൽ BJP മുന്നണി ആവുന്നതിൻ്റെ പേരറിയാൻ വയ്യെങ്കിൽ അങ്ങ് പിന്നെ 2020 മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മരുമകനെ അന്വേഷിച്ചാൽ മതി. ഇതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണോ അങ്ങ് CPMനെതിരായിട്ട് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇനി അടുത്തത് പിന്നെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രതി ഇവിടെ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് അങ്ങയുടെ പാർട്ടി ഒരു സംഗമം സംഘടിപ്പിച്ചല്ലോ അവിടെ, ചെങ്കോട്ട് കോണ സ്വാമിയെ കൊണ്ടുവന്ന്. ആ സംഗമത്തിൽ പ്രസംഗിച്ചത് B ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപമാണ്. പഴയ നിലയ്ക്കൽ പ്രശ്നം അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നിലയ്ക്കൽ ക്രിസ്ത്യാനിയുടെ കുരിശ് കണ്ടെന്ന് പറഞ്ഞ് ശബരിമല പിടിച്ചടക്കാൻ ഒരുങ്ങിയത്. അന്ന് മതേതര കേരളം ഒരുമിച്ചതിനെ നേരിട്ട്. അതുപോലെ ചെങ്കോട്ട് കോണ സ്വാമിയെ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു വാവരുമായിട്ട് ശബരിമലയ്ക്ക് ബന്ധമില്ല, ശബരിമല മതേതര ക്ഷേത്രമല്ല, അത് ഹൈന്ദവ ക്ഷേത്രമാണ്, അതൊന്നും കേരളത്തിൽ വില പോകത്തില്ല എന്നുള്ളത് അങ്ങ് ഓർക്കുന്നല്ലതാ. ഏത് തരത്തിലുള്ള പ്രചരണം നടത്തിയാലും അത് കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല. ഇനി ഇവിടുന്ന് വിദേശ പഠനം നടത്താൻ ആളുകൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് കണക്കനുസരിച്ച് തന്നെ അല്ല, അത് പറഞ്ഞോട്ടെ, 12ാമത് സ്ഥാനം കഴിഞ്ഞേ ഉള്ളൂ കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് ആള് പോയിട്ട് അതിന് ശേഷമുള്ള ആനുപാതികമായിട്ട് ഞാൻ പറയും, എണ്ണമല്ല പറയുന്നത്, ആനുപാതികമായിട്ട് കേരളത്തിൽ നിന്ന് പോകുന്നത്. സാർവദേശീയമായ പ്രതിഭാസത്തിന്റെ ഭാഗമായി കുട്ടികൾ കേരളത്തിൽ നിന്ന് പോകുന്നത്. നിങ്ങളുടെ വടക്കേ ഇന്ത്യയിൽ, നിങ്ങൾ ഭരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ 100 കുട്ടികൾ 1ാം ക്ലാസ് ചേർന്നാൽ 65 കുട്ടികളെ 12ാം ക്ലാസ്സിലെത്തും. കേരളത്തിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 100 കുട്ടികളും 12ാം ക്ലാസ്സിലെത്തും. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉറപ്പാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമായി കൊടുത്തു. 8ാം ക്ലാസ് വരെ പാഠപുസ്തകം സൗജന്യമാക്കി കൊടുക്കുന്ന ഒരു BJPയുടെ സ്റ്റേറ്റിന്റെ പേര് പറയാമോ? 50,000 ഹൈടെക് ക്ലാസ് റൂം ഉണ്ടാക്കിയ ഒരു BJPയുടെ സ്റ്റേറ്റ് പറയാമോ? ഇത്രയും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കണക്കൂടെ പറയാം. ഇന്ത്യ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്നതും ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞതും 5% വിദ്യാഭ്യാസത്തിന് മാറ്റി വെക്കണമെന്ന്. നിങ്ങൾ ഇതുവരെ 2% കൂടുതൽ വിദ്യാഭ്യാസത്തിന് മാറ്റി വെച്ചിട്ടില്ല ഇന്ത്യ രാജ്യത്ത്. ഇനി കടത്തിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു, 6 ലക്ഷം കോടി. കേരളത്തിന്റെ കടം 4 ലക്ഷം കോടി അതിരിക്കട്ടെ, കേന്ദ്ര സർക്കാരിന്റെ കടം അങ്ങേക്കൊന്ന് പറയാവോ? 250 ലക്ഷം കോടിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള കേന്ദ്രം അല്ലെങ്കിൽ രാജ്യം ഇന്ത്യയാണ്. അത് അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനാണ് ലോകത്തെ ഏറ്റവും വലിയ കടം. അതുകൊണ്ട് കേരളത്തിനല്ല. കേരള കടത്തിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 12-13 സംസ്ഥാനങ്ങളെക്കാൾ പിറകിലാണ് കേരളം കടത്തിന്റെ കാര്യത്തിൽ. ഇനി കൂടംകുളത്തെ വൈദ്യുതി കൊണ്ടുവന്ന് പറയുന്നു. അങ്ങയുടെ പാർട്ടിക്കാരാണ് ഇടമൺ കൊച്ചി പവർ ലൈൻ കൊണ്ടുവരാതിരിക്കാൻ സമരം നടത്തിയത്. BJPയും കോൺഗ്രസ് കൂടി ചേർന്നിട്ടാണ്. BJPയും കോൺഗ്രസ് കൂടി ചേർന്നിട്ടാണ് ഇടമൺ കൊച്ചി പവർ ലൈൻ കൊണ്ടുവരാൻ സമ്മതിക്കാതിരുന്നത്. അത് നടപ്പിലാക്കിയെടുത്തതാണ് പിണറായി വിജയൻ. ഇനി അങ്ങയുടെ പഴയ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. K സുരേന്ദ്രൻ ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയാൽ, NH 47 നടപ്പിലാക്കിയാൽ അല്ലെങ്കിൽ 66 നടപ്പിലാക്കിയാൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞത് അങ്ങയുടെ പാർട്ടിയുടെ പഴയ പ്രസിഡന്റാ. അതിവിടെ നടപ്പിലാക്കിയിട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. K സുരേന്ദ്രൻ നടപ്പിലാക്കിയാൽ അങ്ങയെ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞ ആ പദ്ധതി നടപ്പിലാക്കിയിട്ടാണ് പിണറായി വിജയൻ 11ാമത്തെ വർഷത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്.
വിപുലമായി ഞാൻ ഓരോ അങ്ങ് വിഷയത്തിലും മാത്രം താങ്കൾ മറുപടി പറഞ്ഞു ശ്രീ ഗോപൻ. അപ്പോൾ ശരി എന്തായാലും ആ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞല്ലോ. പക്ഷെ അനൂപ്, എന്താ നിങ്ങളുടെ പരിപാടി എന്നതുപോലെ തന്നെ ആരാ നിങ്ങളുടെ നേതാവ് എന്ന മുദ്രാവാക്യത്തിനും പ്രസക്തി ഉണ്ടല്ലോ. ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട കമൻറ്റ് മുൻ KPC പ്രസിഡന്റ് കെ സുധാകരൻ്റെതാണ്. അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുക രമേശ് ചെന്നിത്തല ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്ന് പിണറായി വിജയനായിരിക്കും LDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പുറത്ത് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഓരോരുത്തർ ഓരോ പേര് പറയുന്ന സാഹചര്യമുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത് എന്ന് മുൻ KPC പ്രസിഡന്റ് പറയുമ്പോൾ ഇപ്പോഴത്തെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ VD സതീശനെ പിന്തുണയ്ക്കുന്നവരുണ്ടാവും, KC വേണുഗോപാൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഈ 5 ദിവസത്തെ ഡൽഹി നാടകം കണ്ടവരാണ്. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ക്ലിയർ നേതാവിനെ, ലീഡറെ പ്രൊജക്റ്റ് ചെയ്യാനില്ല എന്നൊരു പ്രശ്നം കൂടി നിങ്ങൾ നേരിടുന്നുണ്ട്. തീർച്ചയായും അതിലേക്കൊക്കെ ഞാൻ വരാം അഭിലാഷേ. അതിനുള്ള മറുപടി പലതവണ പറഞ്ഞാണ്, ഇപ്പോഴും പറയാൻ തയ്യാറാണ്. അതിനു മുമ്പ് ബഹുമാന്യനായ ഗോപൻ ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ BJPയിൽ അദ്ദേഹം പറയട്ടെ. പക്ഷെ അദ്ദേഹം അത് പറയുമ്പോൾ അത് പറയാനുള്ള എന്ത് ഗ്രൗണ്ട് അദ്ദേഹത്തിനുള്ളത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് MLAയെ NDAക്ക് BJPക്ക് സംഭാവന ചെയ്ത മുന്നണിയുടെ പേര് എന്ന് പറയുന്നത് LDF. ഈ നാട്ടികയിൽ CC മുകുന്ദൻ, വൈക്കത്ത് മുൻ MLA അജിത്ത്. ഇനി അതൊക്കെ CPI ആണെന്ന് വെക്കാം. S രാജേന്ദ്രൻ ആരുടെ പാർട്ടിയാ? അത് ഇവിടെ ഈ പറയുന്ന ഗോപന്റെ പാർട്ടിയല്ലേ? ഗോപൻ ഇതങ്ങ് ചർച്ച ചെയ്യുമ്പോൾ ഗോപന്റെ പാർട്ടിയിൽ നിന്ന് ആരും പോകാത്ത പോലെ ആദ്യമായി കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA, LDFൻ്റെ ഭാഗമായി നിൽക്കുന്ന MLA സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വവും രാജിവെക്കാതെ BJPയുടെ ഭാഗമായി നിന്നിട്ടാണ് NDAയിലേക്ക് പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ വിലയിരുത്തല്ലേ. ചരിത്രം നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഒരു കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു മുന്നണിയിൽ നിങ്ങളുടെ 2 പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അനൂപ് തൃശ്ശൂരല്ലേ ഇരിക്കുന്നത്? തൃശ്ശൂർ കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇത്തവണ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ എത്ര പേർ കഴിഞ്ഞ തവണ കൈപ്പത്തിയിൽ മത്സരിച്ച എത്ര പേർ കഴിഞ്ഞ തവണ കൈപ്പത്തി, ഇത്തവണ താമര. അപ്പുറത്തുണ്ട്, ഇപ്പോഴും അപ്പുറത്തുണ്ട് CC മുകുന്ദനുണ്ട്, S രാജേന്ദ്രനുണ്ട്, മറ്റു പലരുണ്ട്. ഇത് നിങ്ങൾ 2 കൂട്ടരുടെ ഭാഗത്തു നിന്നും BJPയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിൽ വല്ല കഥയുണ്ടോ? അതെ, അല്ല അങ്ങനെ വേണമെങ്കിൽ കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു കുടുംബത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, വിസ്തരിച്ച് പറയാം. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം BJDSന്റെ നേതാവല്ലേ, NDAയുടെ ഘടകകക്ഷിയുടെ നേതാവല്ലേ? അദ്ദേഹം ചെക്ക് കേസിൽ ഗൾഫിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയെന്നേ. എന്താ ഇവർ തമ്മിലുള്ള ബന്ധം? ഇത്ര തുഷാർ വെള്ളാപ്പള്ളിയും ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുന്നത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആണെന്നല്ലേ. അത് വേണമെങ്കിൽ വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം, അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി, ഒരു NDA ഘടകകക്ഷി നേതാവിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തെഴുതിയ സാഹചര്യമാണെന്നേ. ഇത് ഹിഡൻ ആയിട്ടുള്ളതല്ല, ഒളിച്ചു വെക്കപ്പെട്ട ബന്ധമല്ല, പരസ്യമായി NDAയുമായി ബാന്ധവത്തിൽ ഏർപ്പെടുന്ന ഒരാളാ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. പാർട്ടിയിൽ നിന്ന് പോയ കഥകൾ നിൽക്കട്ടെ, അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നാ. ഞങ്ങൾ എതിർത്ത പോലെ അങ്ങയുടെ പാർട്ടി എതിർത്തിട്ടുണ്ടോ? ആ വിഷയത്തിൽ ജയിലിൽ പോയത്, സമരം ചെയ്തത് ആരാ? കോൺഗ്രസ്സാ? കോൺഗ്രസിന്റെ ആളുകളാ? യൂത്ത് കോൺഗ്രസിന്റെ ആളുകളാ? നിങ്ങൾ പേരിന് വേണ്ടി ഒരു പ്രതിഷേധ നാടകം ഉയർത്തിയെന്നല്ലാതെ ഏതെങ്കിലും BJPക്കാരൻ, ഏതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തുകാരൻ, ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിക്കാരൻ ഈ വിഷയത്തിൽ സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ടോ? ഇവിടെ സത്യത്തിൽ പിണറായി വിജയന്റെ വലിയ സൗജന്യമല്ലേ സംഘപരിവാറിന് കിട്ടിയത്? അദ്ദേഹം കണക്ക് പറഞ്ഞു, ശരിയാണ്. ഷിമോഗയിൽ നിന്ന് ആളുകൾ കാൽനടയായി പോകുന്നുണ്ട്, കർണാടകത്തിൽ നിന്ന് പോകുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് പോകുന്നുണ്ട്, തെലങ്കാനയിൽ നിന്ന് പോകുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്നുണ്ട്, UPയിൽ നിന്ന്. അങ്ങനെ അത്രമാത്രം അയ്യപ്പ ഭക്തന്മാർ വരുന്നുണ്ടോ? ഈ ഒരു മുഖ്യമന്ത്രിമാർക്കും കൊടുക്കാത്ത ഒരു വലിയ ആനുകൂല്യം യോഗി ആദിത്യനാഥിന് കൊടുത്ത മുഖ്യമന്ത്രിയാണെന്നേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും BJP മുഖ്യമന്ത്രിയെ കൊണ്ടുവരണമെങ്കിൽ കുറച്ചുകൂടി ആദിത്യനാഥിനേക്കാൾ വർഗീയത കുറഞ്ഞ ആളുകളില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസ് ചെയ്ത് തകർക്കണമെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥിന്റെ അദ്ദേഹത്തിന്റെ സന്ദേശം ശബരിമല സന്നിധാനത്ത് കേൾപ്പിച്ച സംഘപരിവാറിന്റെ പദ്ധതി കേരളത്തിനകത്ത് ആദ്യമായി ഒരു വലിയ വിസിബിലിറ്റി, ഒരു വലിയ പ്രാധാന്യം യോഗി ആദിത്യനാഥിന് കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത് ഒരു കഥയല്ലെന്നേ. നിങ്ങൾ എതിർത്തിട്ടില്ല, നിങ്ങൾ വിശ്വാസികൾ, അതിന്റെ കുത്തക അവകാശപ്പെടുന്ന ആളുകളാണല്ലോ ബഹുമാന്യനായ ശ്രീ പത്മനാഭന്റെ പാർട്ടി. നിങ്ങൾ എന്ത് സമരം ചെയ്തു? നിങ്ങൾ സമരം ചെയ്തില്ല.
നിങ്ങൾ ചില നാടകങ്ങൾ കാണിച്ചു എന്നതിലുപരിയായി അവിടെ സമരം ചെയ്ത് ജയിലിൽ പോയ പാർട്ടിയാണ് ഞങ്ങളുടേത്. ആ സമരത്തെ തുടർന്ന് ഞങ്ങൾ ഉയർത്തിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ വെളിച്ചത്ത് വന്നത്. നിങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഡീൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അത്. PS ശ്രീധരൻപിള്ള ഒരിക്കലും നിങ്ങൾ പറഞ്ഞു BJPക്ക് ഒരു സുവർണാവസരം ഒരുക്കിയെന്ന്. രണ്ടാം തവണയും BJPക്ക് സുവർണാവസരം ഒരുക്കാനുള്ള സുചിന്തിതമായ ഒരു ആക്ഷൻ പ്ലാനുമായിട്ടാണ് പിണറായി വിജയൻ വന്നത്. പക്ഷേ ശബരിമല അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് അത് നടക്കാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾക്ക് പറഞ്ഞേക്കൂ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ജനങ്ങൾ CPM-നെ പുറത്താക്കാൻ, LDF-നെ പുറത്താക്കാൻ വോട്ട് ചെയ്ത് ആർക്കാ? നിങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ CPM-നെതിരെ ഒരു ഓപ്ഷനായി കരുതുന്ന കോൺഗ്രസിനെ തകർക്കണമെന്നാണ് BJPയും ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് എന്നൊരു ഓപ്ഷൻ അപ്പുറത്തുണ്ടാകരുതെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്, രാഷ്ട്രീയമായ വിവേകികളായ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അറിയാം, CPM-നെ അധികാരത്തിൽ നിന്ന് ഇറക്കണമെങ്കിൽ BJPക്ക് കഴിയില്ല. അവിടെ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ നിലനിൽക്കുകയാണ്. ഞങ്ങൾ അത്തരം പരിപാടികളുമായി മുന്നോട്ട് വരികയാണെന്നേ. അപ്പോൾ ഇവിടെ സംഘപരിവാർ എന്താണ് ആഗ്രഹിക്കുന്നത്? സംഘപരിവാറിനെ സംബന്ധിച്ച് പിണറായി വിജയന്റെ സർക്കാർ, LDF സർക്കാർ വീണ്ടും തുടർന്ന് CPM നശിക്കണം. CPM-ന്റെ ആത്യന്തികമായ നാശത്തിലൂടെ കേരളത്തിൽ ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള സ്പേസിലേക്ക് BJP വരണമെന്ന് പറയുന്ന കൃത്യമായ പദ്ധതിക്ക് വേണ്ടി വഴിയൊരുക്കാനുള്ളതാണ്. അതാണ് പല മണ്ഡലങ്ങളിലും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, 2020-ക്ക് അടിത്തറയില്ലാത്തിടങ്ങളിൽ, BJDS-ന് അടിത്തറയില്ലാത്തിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയും അവിടെ ഈ പറയുന്ന CPM-ലേക്ക് വോട്ട് മറിച്ചു കൊടുക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ 2020-യുടെ കൊടുങ്ങല്ലൂരിലെ ബേസ് എന്താ? കൊടുങ്ങല്ലൂരിൽ എത്ര പഞ്ചായത്തുകൾ 2020 ഉണ്ട്? അവിടെ കൊണ്ടുവരികയാണ്. പക്ഷെ കേരളത്തിലെ വിവേകികളായി, നേരത്തെ പറഞ്ഞു, വോട്ടർമാരെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അവരെ കുറച്ച് കാണരുത്. ഇത്തരം നീക്കങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരം രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. അവർ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ശ്രീ പത്മനാഭനോടും ബഹുമാന്യനായ ഗോപനോടും എനിക്ക് പറയാനുള്ളത്. ശരി, അവിടെ ശ്രീ പത്മനാഭൻ മറുപടി ആവശ്യമുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്? ഇപ്പോൾ കേന്ദ്രം കുറേ കൊടുത്തു, നോക്കൂ, ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ കേന്ദ്രം, മോദി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഇതിപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പാണ്, അങ്ങനെ പറയാനുള്ള സ്കോപ്പില്ല. അപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കണോ അതോ ഇനിയിപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തെ വിമർശിക്കണോ? ആ കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അയ്യപ്പ സംഗമം എന്നിങ്ങനെ പറയുന്നു, ശബരിമല വിഷയം പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ പോൾ നറേറ്റീവിൽ അങ്ങനെ ശബരിമലയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മണ്ഡലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈ കവല പ്രസംഗങ്ങളിൽ പോലും അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. കഴിഞ്ഞു പോയ കാര്യമാണ്, പോയ ബസ്സിന് കൈ കാണിക്കുന്നത് പോലെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാണ്ടാണോ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഞാനതിന് ഉത്തരം പറയാം. ശ്രീ ഗോപൻ പറഞ്ഞു പൈസ കിട്ടാൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് എന്തായി? ആ കേസ് ആവിയായി അല്ലേ? ഈ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായ ഒരു വിഭാഗം ഞങ്ങൾ വക്കീലന്മാരാണ്. കേസ് കൊടുക്കുക, തോൽക്കുക, ഇതാണല്ലോ നിങ്ങളുടെ പ്രധാന പരിപാടി. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ പറയാം. 66 നാഷണൽ ഹൈവേ 66, ചെലവ് 63,000 കോടി രൂപ, കേന്ദ്ര വിഹിതം 58,000 കോടി രൂപ. കേരളത്തിൻ്റെ ജീവനാഡി, തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ഹൈവേ. ഇനി ഗെയിൽ പൈപ്പ് ലൈൻ ആര് കൊണ്ടുവന്നു? ഗെയിൽ പൈപ്പ് ലൈൻ 2003 അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുമ്പോൾ കൊണ്ടുവന്നതാ ഈ പൈപ്പ് ലൈൻ സംവിധാനം. അന്ന് അഹമ്മദാബാദിലും കൊച്ചിയിലും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്ത് അവിടെ 3ാം ഘട്ടം പൂർത്തീകരിച്ചു. എന്നാൽ ഇവിടെ അച്യുതാനന്ദൻ ഭരിച്ചു, ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചു. അവസാനം നരേന്ദ്രമോദി വന്ന് നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പൈപ്പിൽ ഗ്യാസ് കൊടുത്തു തുടങ്ങി, ഇവിടെ വരാൻ പോകുന്നേ ഉള്ളൂ. പാലക്കാട്ടെ IIT 2015-ൽ 14-ൽ മോഡി വരുന്നു, 2015-ൽ പാലക്കാട് IIT വരുന്നു. എവിടെയാണ് വന്നതെന്നറിയോ? കോച്ച് ഫാക്ടറി തരാം എന്നും പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പറഞ്ഞു പറ്റിച്ച കഞ്ചിക്കോട്ട്. ഇനി കിസാൻ സമ്മാൻ നിധി 39 ലക്ഷം കൃഷിക്കാർക്ക് കേരളത്തിൽ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നത്. ഒരു ഗഡു കേരളത്തിലേക്ക് വന്നാൽ, അതായത് പ്രഖ്യാപിച്ചാൽ കേരളത്തിന് കിട്ടുന്നത് ഏതാണ്ട് 780 കോടി രൂപയാണ്. ഒരു വർഷം കിട്ടുന്നത് 2300 ചില്ലാനം കോടി രൂപയാണ്. കേരളത്തിലെ 33 ലക്ഷം കുടുംബങ്ങൾക്ക് അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, ഗരീബ് കല്യാൺ അന്ന യോജന,
5,88,000 മഞ്ഞക്കാടുകാർക്ക് 35 കിലോ അരി ഒരു മാസം. അന്ത്യോദയ അന്ന യോജന 1 മണി അരി കേരളം കൊടുക്കുന്നില്ല. 1 മണി അരി കേന്ദ്ര കൊടുക്കുന്നത്. 29 ലക്ഷം കാർഡുകാർക്ക്, റോസ് കാർഡുകാർക്ക് ഗരീബ് കല്യാൺ അന്ന യോജന കേന്ദ്ര കൊടുക്കുന്ന ആള് വീതം 4 കിലോ അരി, 1 കിലോ ഗോതമ്പ്, 1 കിലോ പയർവർഗം. ഇനി ഇവിടെ ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതി കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാതിരിക്കുന്നില്ലല്ലോ. ഇതിപ്പോ എന്തോ ആനുകൂല്യം മുകളിൽ ഇങ്ങനെ കെട്ടിത്തറന്ന പോലെ അല്ലല്ലോ. അത് ഒരു ഫെഡറൽ സംവിധാനമുള്ള സംസ്ഥാനമല്ലേ. സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളുണ്ട്, സംസ്ഥാനം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്കീമുകളുണ്ട്. അതൊക്കെ ഒരു സാധാരണ ഫെഡറൽ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ സാർ? ഇതിൽ എന്താ അത്ഭുതം? പറഞ്ഞുതരാ 2014 വരെ നികുതികളുടെ സംസ്ഥാന വിഹിതം എത്രയാ? 32%. 2014 മുതൽ നികുതികളിൽ സംസ്ഥാന വിഹിതം 10% വർദ്ധിപ്പിച്ചു. 42%. പട്ടാളം ഉൾപ്പെടെയുള്ള ചെലവുകൾ വഹിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ എംബസികൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ട ചെലവുകൾ വഹിക്കുന്ന കേന്ദ്രം 58% എടുക്കുന്നുള്ളൂ. 42% സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷൻ 6000 കോടി രൂപ കൊടുത്തു. എന്തേ പല പഞ്ചായത്തിനും പൈപ്പ് തുറന്ന ഗ്യാസ് വരുന്നത്? സെക്രട്ടേറിയറ്റിൽ പോയി നോക്കണം. സെക്രട്ടേറിയറ്റിൽ സമര. ആരുടെ? കോൺട്രാക്ടർമാരെ. ജൽജീവൻ പദ്ധതിയുടെ പൈസ സംസ്ഥാനം കൊടുക്കായിട്ട് കോൺട്രാക്ടർമാരെ സമര. കേന്ദ്രം കൊടുക്കാനുള്ള 50 കേന്ദ്രം കൊടുത്തു. അപ്പം ഇതൊക്കെ ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയാക്കി. 4,70,000 രൂപയാണ് ഞങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൊണ്ടുണ്ടായതാണ്. പിന്നെ നികുതി ഘടന, ഇൻകം ടാക്സ്, മറ്റ് നികുതി ഘടന, ഇതൊക്കെ ആര് നിശ്ചയിച്ചതാ? ഇന്ത്യ രാജ്യം ഭരണഘടനാ ശില്പികൾ ഞങ്ങളാ. ഈ രാജ്യത്തിലെ ഈ കണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയ ഞങ്ങളാ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടുന്ന് ജയിക്കുന്ന 20 ആൾ കൂടി ഉണ്ടാക്കുന്ന സർക്കാരാ. അല്ലാണ്ട് ഇതങ്ങ് ചൈനയിൽ നിന്ന് ആരെയും വന്ന് ഉണ്ടാക്കുന്ന സർക്കാരൊന്നല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു നിങ്ങൾ ശബരിമലയ്ക്ക് എന്ത് ചെയ്തു എന്ന്. ഇൻ്റർനെറ്റിന് പോയാലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കെ സുരേന്ദ്രൻ്റെ, ശോഭാ സുരേന്ദ്രൻ്റെ ഒക്കെ നോമിനേഷൻ കാണും. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്ക്. 240 കേസാണ് സുരേന്ദ്രൻ്റെ പേരിൽ. അതിൽ 200 കേസും 2018 ശബരിമല പ്രക്ഷോഭമാണ്. എത്ര കേസുണ്ട് VD സതീശന്റെ പേരിൽ ശബരിമലയായി ബന്ധപ്പെട്ടിട്ട്? എത്ര കേസുണ്ട് രമേശ് ചെന്നിത്തലേന്റെ പേരിൽ ശബരിമലയായി ബന്ധപ്പെട്ടിട്ട്? ഡൗൺലോഡ് ചെയ്ത് നോക്കിയോ. കെ സുരേന്ദ്രന്റെ, ശോഭാ സുരേന്ദ്രന്റെ 200-ലധികം കേസ് അന്നത്തെ ശബരിമല പ്രക്ഷോഭ കേസാ. മനസ്സിലാക്കി? ഇപ്പോഴത്തെ അതെ അതുകൊണ്ട് ആ കൂട്ടത്തില് വായിച്ചു നോക്കിയോ. അതുകൊണ്ട് ആ കൂട്ടത്തില് ആരാ ജയിലിൽ പോയത്? സാറേ? ആരാ പോയത്? രമേശ് ചെന്നിത്തല എത്ര ദിവസം ജയിലിൽ കിടന്നു? സതീശൻ എത്ര ദിവസം ജയിലിൽ കിടന്നു? സുരേന്ദ്രനല്ല ജയിലിൽ കിടന്നു, ശോഭാ സുരേന്ദ്രനല്ല ജയിലിൽ കിടന്നു. രമേശ് ചെന്നിത്തല എത്ര ദിവസം ജയിലിൽ കിടന്നു? രമേശ് ചെന്നിത്തല പറ. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്ര ദിവസം ജയിലിൽ കിടന്നു? പറ. നോമിനേഷൻ ഫോം ഡൗൺലോഡ്. എത്ര കേസുണ്ട്? കള്ളത്തരം പറയാ. ഇത് ഇന്റർനെറ്റ് യുഗ. നുണ പറയണ്ട. ഈ ചർച്ച കേൾക്കുന്നവർ ഡൗൺലോഡ് ചെയ്യും കേട്ടോ. നുണ പറയണ്ട. നുണ പറയണ്ട. സതീശന്റെ പേരിൽ ശബരിമല കേസ് എത്രണ്ണമുണ്ട്? രമേശ് ചെന്നിത്തലയുടെ പേരിൽ എത്രണ്ണമുണ്ട്? ശരി എനിക്ക് ഒരു ഇടവേള എടുക്കേണ്ട സമയമായി. അപ്പൊ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ശബരിമലയും അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമല്ലോ തെരഞ്ഞെടുപ്പ് വിഷയം. ഇനി അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. നമുക്കിപ്പോൾ ഒരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ സമയം പോലെ മടങ്ങിയെത്താം. ഇപ്പോൾ ഇടവേള. ചർച്ച അവസാന മിനിറ്റുകളിലാണ്. ഇനി 2 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഡോക്ടർ PK ഗോപൻ, ഉയർന്ന വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം. താങ്കൾ ശബരിമലയിലേക്ക് അങ്ങനെ പ്രവേശിച്ച് കണ്ടില്ല. ഇത്തവണ ശബരിമല വിഷയം ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ആയോ? ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ആ കാര്യം വ്യക്തമായില്ലേ? ആരാണ് അതിനെ സഹായിച്ചത്? കോൺഗ്രസ്, BJP അല്ലേ? തന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. സ്വർണ്ണം എവിടെ വരുമോ എന്നുള്ളത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ ഇവിടെ വലിയ ആഘോഷമായിരുന്നല്ലോ. ഹൈക്കോടതി ആ വിധി സ്റ്റേ ചെയ്തല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടപെടാത്തത്. ഇനി 1-2 എല്ലാം പറയാൻ സമയം കിട്ടുന്നില്ല. ഒന്ന് ശ്രീ പത്മനാഭൻ ഇവിടെ പറഞ്ഞ
ഈ നാഷണൽ ഹൈവേയുടെ പെട്ടെന്ന് തീർക്കണം. 66,000 കോടി എന്ന് പറയുമ്പോൾ അങ്ങ് മനസ്സിലാക്കേണ്ടത് 10 പൈസ കേന്ദ്ര സർക്കാരിന് ചെലവില്ല. ടോൾ പിരിക്കുക, 8 കേന്ദ്രങ്ങളിൽ ടോൾ പിരിക്കുക. സംസ്ഥാന ഗവൺമെന്റ് 5,800 കോടിയുടെ ടോളില്ല. അത് ഇവിടുത്തെ കിഫ്ബിയിൽ നിന്ന് എടുത്ത് കൊടുത്തതാ. ഇനി ഗെയിൽ പൈപ്പ് ലൈൻ, അടൽ ബിഹാരി വാജ്പേയി നിങ്ങളുടെ പാർട്ടിക്കാരിലെ നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഗെയിൽ പൈപ്പ് ലൈനും NH 66 നടത്താൻ കേരളത്തിൽ സമ്മതിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചത് BJP അല്ലയോ? സമരം നടത്തിയത് ഈ ലൈൻ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി അല്ല അതെ, ഗെയിൽ പൈപ്പ് ലൈനകത്ത് സമരം നടത്തി, ഈ ഇടമൺ കൊച്ചി പവർ ലൈനകത്ത് സമരം നടത്തി, NH 66 സമരം നടത്തി. ഇവിടെ നടത്താൻ പറ്റത്തില്ലെന്ന് BJP നന്ദിഗ്രാമിൽ നിന്നാണ് മണ്ണിവിടെ കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ കേന്ദ്രത്തിന്റെ വിഹിതത്തിന്റെ കാര്യം പറയുന്നു. കേന്ദ്ര വിഹിതത്തിന്റെ ഭാഗമായി ഈ ജലജീവൻ മിഷന്റെ ഉൾപ്പെടെയുള്ള വിഹിതം നിങ്ങൾ തരുന്നില്ല. SSKയുടെ ഫണ്ട് നിങ്ങൾ തരുന്നില്ല. NHMന്റെ ഫണ്ട് നിങ്ങൾ തരുന്നില്ല. ഞങ്ങൾ സുപ്രീം കോടതി പോയല്ലോ. എവിടെ? ചൂരൽമലയ്ക്ക് നിങ്ങൾ വന്ന് കൊച്ചിന്റെ കൈ പിടിച്ചിട്ട് ബിസ്ക്കറ്റ്, പിണറായി തന്ന ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പോയല്ലോ നരേന്ദ്രമോദി. അതിന്റെ പൈസയും കേരളത്തിൽ നിന്നാണ് കൊടുത്തേ. നരേന്ദ്രമോദി ചൂരൽമല കാണാൻ വന്ന 44 ലക്ഷം കേരളത്തിൽ 10 പൈസ കുഞ്ഞിന്റെ കൈ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞ പോരെ സാറേ? അല്ല ഇത് ശരിയല്ല. 10 പൈസ കൊടുത്തില്ല. അതിന് ഞങ്ങൾ സുപ്രീം കോടതി പോയി. ആ കോടതി നിങ്ങളോട് ചോദിച്ചു ഇതെന്താ എഴുതിത്തള്ളാൻ, നിങ്ങൾ ബാങ്ക് വായ്പ എഴുതിത്തള്ളാത്ത എന്താന്ന് കോടതി നിങ്ങളോട് ചോദിച്ചു. കോടതി നിങ്ങളെ ചുരുട്ടിക്കൂട്ടി. ഈ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കോടതി പറഞ്ഞ വാചകം ഒരു രാഷ്ട്രീയ നേതൃത്വം പോലും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പറയത്തില്ല. ഇനി ഡീലിന്റെ കഥ പറഞ്ഞുകൊണ്ടുവരിക. മൈനോറിറ്റിയുടെ വോട്ട് കേരളത്തിൽ സമാഹരിക്കാൻ കോൺഗ്രസ് ഈ തന്ത്രം മുഴുവൻ നടത്തുമ്പോഴും അദ്ദേഹം പറഞ്ഞത് CPMന്റെ ഒരു MLA പോയതിനെ കുറിച്ചാ. 7 മുഖ്യമന്ത്രിമാരെ കൊടുത്ത പാർട്ടിയാ കോൺഗ്രസ്, 17 PCC പ്രസിഡന്റുമാരെ കൊടുത്ത പാർട്ടിയാ കോൺഗ്രസ്, 150 പാർലമെന്റ് അംഗങ്ങളെ കൊടുത്ത പാർട്ടിയാ കോൺഗ്രസ്. എന്നിട്ടും ഒരു SR ആയതിന്റെ മുകുന്ദന്റെ കഥ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വീണ്ടും വിശദമായി ചർച്ച ചെയ്യാം. ഇനിയും 15-16 ദിവസം ഉണ്ടല്ലോ. അപ്പോ വളരെ നന്ദി ഡോക്ടർ ഗോപൻ, ശ്രീ VP പത്മനാഭൻ, ശ്രീ VR അനൂപ്, 3 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം ഇതുപോലെയുള്ള ചർച്ചകളുമായി തുടരും. നമുക്ക് ഇനി നാളെ കാണാം. നാളെ ഞങ്ങൾ തൃശ്ശൂരിലേക്കാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നാളെ തുടങ്ങാം. അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്.